ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുപോലെ ഫോണ്ടൻ ഡെക്കറേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ കേക്കിൽ വെക്കാനുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആനിമൽസ് ആണ് കേട്ടോ കേക്കിൽ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യണ സമയത്ത് കഴിയുന്നതും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുക, ഹറിബറി ആയിട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കുറഞ്ഞു പോകും. അങ്ങനെ അതെല്ലാം ട്രൈ ആക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാനിവിടെ ഫൈനൽ കോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രം കോട്ടിങ് എല്ലാം തലേ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 1 kg ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് ആണ് ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത്, ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഇതിന് കവറിങ് വന്നിട്ടുള്ളതും ചോക്ലേറ്റ് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വുഡിൻ്റെ ഡിസൈനാണ് കേക്കിൽ വരാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 kg ഇത്രയും ഹൈറ്റ് ഉള്ള കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോൾ കേക്കായിട്ട് ചെയ്യണം. അപ്പോൾ അത് 1 kg 5 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. 1 kg ടോൾ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വലിയ കേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ടോട്ടൽ 6 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ വലിയ ടോൾ കേക്ക് എല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നൈഫാണെങ്കിൽ നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്ത്, അങ്ങനെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊന്ന് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് നമ്മളിപ്പോൾ വുഡിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഡിസൈൻ വുഡിൻ്റെ ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കേക്കിൻ്റെ ചുറ്റിലായിട്ടും ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കുന്നത്. ഇത് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഡാർക്ക് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടും. ചോക്ലേറ്റ് കളർ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം കുറച്ച് വെള്ളം ചേർത്തിട്ട് എയർ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പം കസ്റ്റമറിന് ഇത്രയും കളർ മതി. ഇതിനേക്കാളും ഡാർക്ക് വേണ്ട സമയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് ചെയ്തിട്ട് ഡാർക്കാക്കി കൊടുക്കുക. പിന്നെ കഴിയുന്നതും ഡാർക്ക് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയാം അതിലെല്ലാം കളറാവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് കുറച്ച് ലീഫിൻ്റെ ഡെക്കറേഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബേസിന് ഗ്രീൻ കളറാണ് വരാനുള്ളത്. അപ്പോൾ ആ ഗ്രീൻ കളറിന് കുറച്ച് ബേസിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്, ഗ്രീൻ ഷെയ്ഡായിട്ടുള്ള. അതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് യെല്ലോ ഷെയ്ഡ് കൂടി ഈ ഒരു ലീഫിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ, ബേസിൻ്റെ സൈഡിലെല്ലാം കുറച്ച് ക്രീം പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളുടെ കൈ തട്ടിയിട്ട് ആ ബേസിലെല്ലാം തട്ടിയിട്ട് കൈയിൻ്റെ അടയാളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. താഴെ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ കൂളാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 1 kg ഒരു ടോൾ കേക്കെല്ലാം നോർമൽ സൈസിലുള്ള കേക്കാണ് ചെയ്യുന്നത്. ഇത് ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. അവർ ആ ഒരു തീമിൽ പറഞ്ഞിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇതിനൊന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് ബ്ലാക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ചേർത്ത് കഴിഞ്ഞാൽ വയലാവും എന്ന് പറഞ്ഞപ്പോൾ അവർ ലൈറ്റ് ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഗോൾഡൻ കളറിൽ ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസെല്ലാം ക്ലീൻ ചെയ്തു. ഗോൾഡൻ കളറ് ഇതിൻ്റെ ബോർഡറിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഫിനിഷ് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി ക്രീമിനെ. അപ്പോൾ അത് ഫിനിഷ് ആയിക്കോളും.
പിന്നെ ഇനി ഞാൻ ഇവിടെ ചെയ്യണത് 1 kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇത് 8 ഇഞ്ചിലാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു കാണാൻ സൈസ് ഉള്ളതാണ് കേട്ടോ. എന്നാലും 3 ലെയേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒലീവ് ഗ്രീൻ വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ആ ഒരു ചോക്ലേറ്റ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ റോസ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റോസ് ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ നോസിലില്ല, അത് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ ചെയ്യണത്. അങ്ങനെ ഇപ്പോൾ ഓരോ ഫ്ലവേഴ്സായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ സൈസിലും ചെറിയ സൈസിലൊക്കെ ഉള്ള ഫ്ലവേഴ്സ് ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് ലീഫ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീഫ് നോസിൽ വെച്ചിട്ടാണ് ലീഫിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്യാപ്പിലെല്ലായിട്ട് ലീഫ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാനത് ബാക്കിയുള്ളത് കൂടി അതിലേക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലീഫിനെ ഇങ്ങനെ കൊടുക്കൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ആ ലീഫിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കൂടെ നോസിൽ താഴോട്ട് വീണു. പിന്നെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള ലീഫ് കൂടി കൊടുക്കാമെന്ന് വെച്ചു. ആ ഒരു ഷോ കിട്ടണില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഡാർക്ക് ഷെയ്ഡിലുള്ള കുറച്ച് ലീഫ് കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ട് ആ സെയിം കേക്കിൻ്റെ സെയിം കളർ തന്നെയാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ലീഫ്. അപ്പോൾ അത് അങ്ങനെ പ്രത്യേകം കാണണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലീഫ് കൊടുക്കുന്നത് നോസിലില്ലാതെ പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇട്ടാൽ. കാരണം നമ്മൾ ആ ഫ്ലവർ ചെയ്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. ഫ്ലവറിൻ്റെ ആ പെറ്റലെല്ലാം അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോവും. അതിന് സൈഡ് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തു, ലീഫ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെയിം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം 1 kg ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ട്. അതും കൂടി ഫൈനൽ ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കുകളെല്ലാം തലേ ദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. രാവിലെയാണ് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളതും ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ളത് ലയണും എലിഫൻറ്റും ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഡോണറ്റ് ഉണ്ട് കേട്ടോ. കളർ മിക്സ്ഡ് ആയിട്ടുള്ള കളറിലാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നെയിം താഴെ ബേസിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ കേക്കിൻ്റെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പോണ സമയത്ത് ഇത് ഡെലിവറി ചെയ്യും. പിന്നെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്രയും സമയം അവിടെ നമ്മളേതായ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കിട്ടും. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞു, പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡ്രീം കേക്ക് ഉണ്ട്. ഡ്രീം കേക്ക് പിന്നെ തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഈ ഒരു ഡ്രീം കേക്ക് എല്ലാം വരാറുള്ളൂ കേട്ടോ. അതിനതാ ഈ ഫ്ലവർ വെച്ചിട്ടുള്ള കേക്കിൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ ബ്രഷ് വെച്ചിട്ടാണ് നെയിം എഴുതിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തിരൂർ വരുന്നുണ്ട്, എറണാകുളത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ തിരൂർ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ക്ലാസ് ഒരു 2 മണിക്കൂറെങ്കിലും ക്ലാസ് എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നത് ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കണം. ഒരു 2 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുമ്പം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ചെയ്യാൻ കഴിയുന്നതാണ്. ഫോണ്ടൻ ഡിസൈൻസ് എല്ലാം അറിയണവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലെ ഡെക്കറേഷൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്